സെക്രട്ടറിക്ക് സമർപ്പിച്ച ലെറ്ററാ. ഇതെങ്ങനെ എന്റെ കൈ കിട്ടിയെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, പൊട്ടി വീണ അലമാരന്റെ ഉള്ളിൽ നിന്ന് വളരെ അവിചാരിതമായി നമുക്ക് കിട്ടിയതാ. ഇതിൽ പറയുന്നത്, പരിശുദ്ധ ശരീഅത്തിനെതിരെ പരസ്യമായി വെല്ലുവിളിച്ച് പാവപ്പെട്ട വിശ്വാസികളുടെ ഈമാൻ വഞ്ചിച്ചുകൊണ്ട് വേങ്ങാട് മഹലിന്റെ ഹൃദയഭാഗത്ത് ആസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു ഒരു കള്ള ശൈഖാണ് ആബുക്ക എന്ന കാര്യം ഞങ്ങൾ ഈ ഹർജിയിൽ എഴുതാതെ തന്നെ മഹലിലെ ആബാലവൃദ്ധം ജനങ്ങൾക്കും അറിയാവുന്ന പരമാർത്ഥമാണ്. ലെറ്ററാണ് ഞാൻ വായിക്കുന്നത്, എന്റെ അഭിപ്രായമല്ല. കള്ള ശൈഖിന്റെ പ്രവർത്തനം ഇസ്ലാമിക വിരുദ്ധമാണെന്നും അതിനെ ഈ നാട്ടിൽ നിന്നും എന്നേക്കുമായി ഉന്മൂലനം ചെയ്യണമെന്നും അത്തരം പ്രസ്ഥാനത്തോട് യാതൊരു കാരണവശാലും സഹകരിക്കരുതെന്നും എല്ലാ അർത്ഥത്തിലും അവരെ ഒറ്റപ്പെടുത്തണമെന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പണ്ഡിത വര്യനുമായ മഹാനായ ശംസുൽ ഉലമ EK ഉസ്താദ് നവറല്ലാഹു മർക്കദഹു അവറുകൾ വേങ്ങാട് ജമാഅത്ത് സംഘടിപ്പിച്ച പണ്ഡിതർ തിങ്ങി നിറഞ്ഞ വമ്പിച്ച ഒരു യോഗത്തിൽ ആധികാരികമായി ഫത്വ നൽകുകയുണ്ടായി. ശൈഖുന അവറുകൾ ഈ പറയുന്ന ശൈഖിന്റെ സിൽസിലക്ക് അടിസ്ഥാനമായ കുൽസാറെ ഖദീർ എന്ന പ്രമാണ ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളുന്ന വിശ്വാസ വൈകല്യങ്ങളും അബദ്ധ ജടില പരാമർശങ്ങളും ശൈഖുന സദസ്സിന് മുമ്പാകെ തുറന്നു കാട്ടുകയുണ്ടായി. അരേ ശംസുൽ ഉലമ ഉസ്താദ്, പരിശുദ്ധ ഖുർആൻ യഥാർത്ഥ ഖുർആൻ അല്ലെന്നും യഥാർത്ഥ ഖുർആൻ അവസാന നാളിൽ ഇറങ്ങി വരുമെന്നും അദ്ദേഹത്തിന്റെ കുൽസാറെ ഖദീർ എന്ന ഗ്രന്ഥത്തിൽ പറയപ്പെടുന്നു. പരിശുദ്ധ ഖുർആനെ നിഷേധിച്ച ഈ കള്ള ശൈഖിന്റെ പോക്ക് അവസാനിപ്പിക്കണമെന്നും സാധുക്കളുടെ ഈമാൻ കാത്തു സൂക്ഷിക്കണമെന്നും ശൈഖുന ഫത്വയിൽ സദസ്സിനോടും പ്രത്യേകിച്ച് മഹല്ല് ജമാഅത്തിനോടും ആവശ്യപ്പെടുകയുണ്ടായി. സത്യമാണ്, നമുക്കൊക്കെ ഓർമ്മയുണ്ട്, നമ്മളൊക്കെ ചെറിയ കുട്ടികളാന്ന്. തുടർന്ന് സംഘടിപ്പിച്ച മറ്റൊരു വേദിയിൽ ഇപ്പോഴത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും തരീഖത്തിന്റെ ആധികാരിക പണ്ഡിതനുമായ ശൈഖുന സൈനുദ്ദീൻ മുസ്ലിയാർ ചെറുശ്ശേരി ഈ കള്ള ശൈഖിന്റെ പ്രവർത്തനങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി. കൂടാതെ ശൈഖുന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവറുകൾ ജമാഅത്ത് കമ്മിറ്റി കൊണ്ടുവരികയും അദ്ദേഹം ഈ ശൈഖിന്റെ പ്രവർത്തനം ഇസ്ലാമിക വിരുദ്ധമാണ് എന്നും അത്തരം പ്രസ്ഥാനവുമായി സഹകരിക്കുന്നത് അനിസ്ലാമികമാണെന്നും അദ്ദേഹം സദസ്സിനെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അപ്പോ ചെറുശ്ശേരി ഉസ്താദിന്റെ ഫത്വ വന്നു, ശംസുൽ ഉലമ EK ഉസ്താദിന്റെ ഫത്വ വന്നു, കാന്തപുരം ഉസ്താദിന്റെ ഫത്വ വന്നു. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് പിന്നെ വേറെ വേണ്ടത്? ഇതിൽ വല്ല മാറ്റവും വന്നിട്ടുണ്ടോ എന്ന് ബന്ധപ്പെട്ട മുശാവറ മെമ്പർ ഈ നാട്ടുകാരോട് സംസാരിക്കേണ്ടതുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവിടെ പങ്കെടുത്തത്? അവരുടെ പരിപാടികളെ സാമാന്യവൽക്കരിക്കുക, അവരുടെ പരിപാടികളെ സംഘടനയുടെ ചാനലിൽ കൂടി പ്രചരിപ്പിക്കുക, വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഞങ്ങളവിടെ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കൊട്ടിഘോഷിക്കുക. ഇതൊക്കെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് ചേർന്ന പ്രവൃത്തിയാണോ? ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ പണ്ഡിതന്മാരാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ? ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും ഉസ്താദെ, ഉത്തരം കിട്ടുന്നത് വരെ. നരേന്ദ്രമോദി ഭരണകൂടത്തോട് എന്നും ചോദ്യങ്ങൾ ചോദിക്കാൻ ആൾക്കാർക്ക് പേടിയാ. അതുപോലെ മറ്റൊരു ആത്മീയ ചൂഷണമാണ് ഇവിടെ നടക്കുന്നത്. ചോദ്യം ചോദിച്ചാൽ അദബ് കേടാണ്. ഉസ്താദിനെ അങ്ങനെ പറയാൻ പാടില്ല, ഉസ്താദിനെ ഇങ്ങനെ പറയാൻ പാടില്ല. ഉസ്താദ് ചെയ്യുന്ന തെറ്റുകൾ മുഴുവൻ ഞങ്ങൾ അംഗീകരിക്കണം. എല്ലാ ഉസ്താദുമാരെയും കാര്യമല്ല, വളരെ നല്ല നിലയിൽ ദീനീ ദഅവത്ത് നടത്തുന്ന ഇസ്ലാമിക ശറഅ അനുസരിച്ച് വിധി പ്രസ്താവന നടത്തുന്ന ഉസ്താദുമാർ ഒരുപാടുള്ള ഒരു സമൂഹമാണ് കേരളീയ സുന്നി സമൂഹം. അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തികളുമായി മുമ്പോട്ട് പോകുന്ന ആളുകൾ, ബാക്കി ഞാൻ വായിക്കുന്നില്ല, ബാക്കിയൊക്കെ ഇവിടെ വ്യക്തിപരമായിട്ടൊക്കെ ആളുകൾ അതിൽ നിന്ന് സ്ഥലം കൊടുത്തതും കച്ചവടവും കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒപ്പിട്ട കൂട്ടത്തില് നിങ്ങളിൽപ്പെട്ട ഏകദേശം 90% ആളുകൾ ഇതിലുണ്ട്. ഇനി ഉസ്താദ് നിഷേധിക്കുകയാണ്, ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു. മറ്റേ വട്ടക്കണ്ടി ഷെയ്ഖിന്റെ, അതായത് നമ്മളെ ഉപ്പാവ ഉറൂസിന്റെ ആസ്ഥാനത്തിലെ അമീറിന്റെ മകന്റെ നിക്കാഹിന് നടന്ന പരിപാടിയിൽ വാട്സാപ്പിൽ കൂടിയും ഫേസ്ബുക്കിൽ കൂടിയും പ്രചരിപ്പിച്ച ഫോട്ടോയുടെ ബ്ലൂ പ്രിന്റാണിത്. വളരെ വ്യക്തമായി കാണാം ഉമർ ഉസ്താദാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അപ്പൊ ഇത് നിഷേധിക്കാനൊന്നും കഴിയൂല, ഇത് ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ്. ഞങ്ങൾക്ക് ആകെ ഒരു സമാധാനമേ ഉള്ളൂ, നമ്മൾ ഇതിനു മുമ്പേ തന്നെ അദ്ദേഹം ഇവിടുത്തെ കണ്ണൂർ ജില്ലയിലെ പല മഹല്ലുകളുടെയും നായിഫ് ഖാദി സ്ഥാനം അലങ്കരിക്കുന്ന ഒരു പണ്ഡിതനാണ്. തെറ്റുകൾ പറ്റിയാലും പണ്ഡിതനെല്ലാം ഉണ്ടാവില്ലല്ലോ. പക്ഷേ വേങ്ങാട് മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി 3 വർഷം മുമ്പ് അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ബയ്യത്ത് ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് മാത്രമാണ്. രേഖാമൂലം സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വിവരം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ പോക്ക് ശരിയല്ല, അത് ഇന്ന് അന്വർത്ഥമാക്കുന്ന വിധത്തിലാണ് ഇങ്ങനെയുള്ള പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട്. ഇത് മാത്രമല്ല, ഇദ്ദേഹത്തിനെതിരെയുള്ള പരാതി ഞങ്ങൾക്ക് വേങ്ങാട് ഖാദിരിയ എഡ്യൂക്കേഷണൽ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് വേങ്ങാട് മഹലിലെ 40 മഹൽ നിവാസികളും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ വിശ്വസിക്കുന്ന 40 പേരും
അഭിവക്ത സമസ്തയുടെ, അണ്ടർലൈൻ ചെയ്ത് കേട്ടോ, അഭിവക്ത സമസ്തയുടെ ജില്ലാ മുശാവറയിൽപ്പെട്ട മുഴുവൻ പേരും ഉൾപ്പെട്ട ജനറൽ ബോഡിയാണ് ഖാദിരിയ എഡ്യൂക്കേഷൻ ട്രസ്റ്റ്. സമസ്ത നിർഭാഗ്യവശാൽ രണ്ടായി മാറി. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഇന്ന് ജില്ലാ മുശാവറയിൽ 22 പേർ മാത്രമാണുള്ളത്. വേങ്ങാട് മഹലിൽപ്പെട്ട 40 ആളുകളും ഈ 22 മുശാവറ മെമ്പർമാരും മാത്രമാണ് ഖാദിരിയ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ആധികാരിക സഭയായ, ആധികാരികമായി അതിൽ മെമ്പർഷിപ്പുള്ള ജനറൽ ബോഡി മെമ്പർമാർ. ബാക്കി ആർക്കും മെമ്പർഷിപ്പ് ഒന്നുമില്ല. ഇതിനെ 2017 കള്ളപ്രമാണങ്ങളുടെയും വ്യാജമായി കെട്ടിച്ചമച്ച രേഖകളുടെയും ബലത്തിൽ മഹല്ല് ജമാഅത്തിന്റെ കയ്യിൽ നിന്നും ഭരണഘടന അനിസ്ലാമികപരമായ രീതിയിൽ കൂടി ഭേദഗതി നടത്തി കണ്ണൂർ ജില്ലാ സമസ്തയിലെ 1-ൽ കൂടുതൽ പണ്ഡിതന്മാർ നേരിട്ട് നേതൃത്വം നൽകി മഹലിന് അവകാശപ്പെട്ട 18ഉം 20ഉം കോടി രൂപ വരുന്ന 3.5 ഏക്കർ സ്ഥലം അടിച്ചു മാറ്റിയത് പറയാതിരിക്കാൻ ഇത്രയും കാലം ഞാൻ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അതിനെ ഭയപ്പെടുന്നില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കും ഉത്തരം കിട്ടുന്നത് വരെ തന്നെ. ഭരണഘടന ഭേദഗതി ചെയ്തു, ട്രസ്റ്റിന്റെ ഭരണഘടന ഭേദഗതി ചെയ്തു. ട്രസ്റ്റിന്റെ ഭരണഘടന ഭേദഗതി ചെയ്തിട്ട് കണ്ണൂർ ജില്ലാ SYSന്റെ മുഴുവൻ ഭാരവാഹികളും, കണ്ണൂർ ജില്ലാ SKSSFന്റെ മുഴുവൻ ഭാരവാഹികളും, ജമിയത്തുൽ മുഅല്ലിമീന്റെ മുഴുവൻ ഭാരവാഹികളും, അതുപോലെ ഇവരുടെ സംഘടനയുടെ കീഴിലുള്ള ഒരുപാട് സംഘടനകളുടെ, ഭാഗ്യവശാൽ ബാലസംഘത്തിന്റെ കുട്ടികൾ മാത്രമില്ല, ബാക്കി എല്ലാ സംഘടനകളുടെ ജില്ലാ ഘടകത്തിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറിമാർ ഇവരൊക്കെ ഇതിൽ അംഗങ്ങളായി ചേർന്നു. എന്തിനാ അങ്ങനെ ചെയ്തത്? മഹലിന് ഇതിനു മുകളിലുള്ള ആധിപത്യം അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു പരിപാടിയാണത്. 2017 യോഗം ചേർന്നു. 1990-കളിൽ സമസ്തയിലുണ്ടായ പിളർപ്പിനെ തുടർന്ന് അന്ന് ജീവിച്ചിരുന്ന മഹാനായ KP ഉസ്മാൻ സാഹിബ്, അദ്ദേഹത്തിന്റെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ, ഉസ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ വേങ്ങാട് യോഗം വിളിച്ചു. പിളർപ്പിന്റെ ആദ്യഘട്ടം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. മുഴുവൻ പള്ളികളിൽ സംഘടനകളാണ്. പള്ളികൾ പിടിച്ചെടുക്കാൻ വേണ്ടി 2 ഗ്രൂപ്പുകളും മത്സരിച്ച് പ്രവർത്തിക്കുന്നു. വേങ്ങാട്ട് പള്ളിയെയും ബാധിച്ചു. ഉസ്മാൻ സാഹിബ് വേങ്ങാട്ട് വന്നു, ആളുകളെ കണ്ടു, സമസ്ത ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ടു. എന്റെ നാടാണ് വേങ്ങാട്, ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു സംഘർഷം ഉണ്ടാവാൻ പാടില്ല. ഇത്രയും കാലം ട്രസ്റ്റിന്റെ പേരിൽ നടന്ന ബോർഡിംഗ് മദ്രസ പൂട്ടിയിട്ടുണ്ട്, അതിനൊരുപാട് കടബാധ്യതകളുണ്ട്. ആ കടബാധ്യതകൾക്ക് ചുരുക്കി ഞാൻ പറയാം, ആ കടബാധ്യതകളൊക്കെ മഹല്ല് കമ്മിറ്റി ഏറ്റെടുത്ത് പേ ചെയ്യണം. ഇതിന്റെ ഇവിടുന്ന് ഇളക്കാനാകാത്ത വസ്തുവകൾ, അതായത് ഭൂമി ഉൾപ്പെടെയുള്ള സംഗതികൾ വേങ്ങാട് മഹലിനെ കീഴ്പ്പെടുത്തി തന്നു. ലയിപ്പിച്ചു തന്നു എന്ന് ഞാൻ പറയുന്നില്ല, കീഴ്പ്പെടുത്തി തന്നു. ഇതിന്റെ ഭരണഘടനാപരമായ ഓതറൈസേഷൻ വേങ്ങാട് മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിക്ക് നൽകി. വേങ്ങാട് മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ കുടിശ്ശികയുള്ള ടെലിഫോൺ ബില്ല്, കെട്ടിട നികുതികൾ എന്നിവ ഏകദേശം 20 വർഷത്തോളം കാലം ഇവിടെ പേ ചെയ്യപ്പെട്ടു. പണമേതാ? വേങ്ങാട് മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടേത്. ഇതിനൊരു ട്വിസ്റ്റ് വരുന്നത്, ഞാൻ ഈ പറഞ്ഞ ആധികാരികമായി പറഞ്ഞ കാര്യങ്ങൾക്ക് എന്റെ കയ്യിൽ തെളിവുണ്ട്, ഞാൻ വെറുതെ പറയുന്നതല്ല. 1990-കളിൽ വേങ്ങാട് മഹലിന്റെ അണ്ടറിലാക്കി തന്ന ഈ ട്രസ്റ്റിനെ 91 മുതൽ ഏകദേശം 2008 വരെ വർഷങ്ങളിൽ വേങ്ങാട് മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റിന്റെ പേരിൽ, നിങ്ങൾ കാണണം, വേങ്ങാട് മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റിന്റെ പേരിൽ നികുതി വെച്ച നികുതി ഷീട്ടുകളായത്, അതിന്റെ കോപ്പികളായത് കാണുന്നത് മുഴുവൻ. ഞാൻ ചോദിക്കുന്നു, നിങ്ങളൊക്കെ ഒരുപാട് സ്ഥലക്കച്ചവടവും മറ്റു കാര്യങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളുമൊക്കെ നടക്കുന്ന ആളുകളാണ്. ഞാനിവിടെ നിങ്ങളോട് ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു സംഘത്തിന്റെ നികുതി ആ സംഘത്തിന്റെ പേരിൽ ഭൂമി നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു സംഘത്തിന്റെ പ്രസിഡന്റിന്റെ പേരിൽ മുറിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് ഒന്നുകിൽ ഈ നിലനിൽക്കുന്ന സംഘത്തിലേക്ക് പഴയ സംഘം ലയിച്ചിരിക്കണം, അല്ലെങ്കിൽ അതിലേക്ക് ഓതറൈസേഷൻ ചെയ്ത് കൊടുത്തിരിക്കണം. 2 വഴികളെ അവിടെ ഉള്ളൂ. ഞാൻ എന്റെ ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദിനോട് ചോദിക്കുന്നത്, ഇതൊക്കെ സമസ്തയുടേതാണ് എന്ന് പറഞ്ഞ് വോയിസ് ഒക്കെ ഉണ്ട്, വോയിസ് ഒക്കെ പുറത്തു വരത്ത് തുടങ്ങി. ഉമർ ഉസ്താദിന്റെ വോയിസ് മഞ്ഞാന്ന് കേട്ടപ്പോ ഉമർ ഉസ്താദ് വോയിസിൽ പറയുന്നത്, ഇത് ഞാനിതിന്റെ രേഖകൾ കൊണ്ടുവന്ന് കേരളത്തിലെ ഏറ്റവും വലിയ അഭിഭാഷക സംഘത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു. അവരതിനെപ്പറ്റി നല്ല രീതിയിൽ പഠനം നടത്തി. അതായത് ഈ വസ്തുവിന്റെ 3.5 ഏക്കർ സ്ഥലത്തിന്റെ രേഖകളെ കുറിച്ച് പഠനം നടത്തി. പഠനം നടത്തിയതിന് ശേഷം
അവര് ഞങ്ങളോട് വ്യക്തമായി പറഞ്ഞു ഇത് വേങ്ങാട് ഖാദിരിയ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ സ്ഥലമാണ് എന്ന്. നിങ്ങൾക്കായിരിക്കും നിങ്ങൾ മനസ്സിലായ വേങ്ങാട് ഖാദിരിയ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ സ്ഥലമല്ല ആ 3.5 ഏക്കർ എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പറയുന്നത് വേങ്ങാട് ഖാദിരിയ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് എന്ന സ്ഥാപനം വേങ്ങാട് മഹലിലോട്ട് ലയിച്ചതാണ്. അപ്പൊ അതിന്റെ രേഖകൾ അന്നും വേങ്ങാട് ഖാദിരിയ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ പേരിൽ തന്നെയേ നിലനിൽക്കുള്ളൂ. ഇതിനെ നിങ്ങൾ സമസ്തയുമായി കണക്ട് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉസ്താദെ? എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും ഉസ്താദെ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു സംവാദത്തിലുള്ള വേദി ഒരുക്കാൻ വേങ്ങാട് മഹൽ കമ്മിറ്റിയോട് പറഞ്ഞാൽ മതി. ഞാൻ തയ്യാറാ, ഞങ്ങൾ തയ്യാറാ, ഞങ്ങൾ കമ്മിറ്റിക്കാർ തയ്യാറാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2010 ഏകദേശം വർഷങ്ങളോളം വേങ്ങാട് മഹൽ പ്രസിഡന്റിന്റെ പേരിൽ നികുതി മുറിച്ച വസ്തു എങ്ങനെ വീണ്ടും ഖാദിരിയ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ സെക്രട്ടറിയുടെ പേരിലേക്ക് മാറി എന്നുള്ളൊരു വളരെ മർമ്മപ്രധാനമായ ഒരു ചോദ്യം ഇവിടെ ഉണ്ട്. എങ്ങനെ മാറല്? വേങ്ങാട് മഹൽ ജമാഅത്തിന്റെ ജനറൽ ബോഡി യോഗം ചേരണം. ജനറൽ ബോഡി യോഗത്തിൽ ഐക്യകണ്ഠേന ഇങ്ങനെ ട്രസ്റ്റിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കണം. അതിവിടെ ജനറൽ ബോഡി യോഗം ചേർന്ന് പ്രമേയമായി പാസ്സാക്കി എടുക്കണം. 2014 15 16 17 തുടർന്നുള്ള ഇങ്ങോട്ടുള്ള ഏതെങ്കിലും ഒരു വർഷത്തിൽ അങ്ങനെ ഒരു ജനറൽ ബോഡി യോഗം നടന്നതായിട്ട് നിങ്ങൾക്കായിരിക്കും അറിയോ? നിങ്ങൾക്കറിയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളിൽപ്പെട്ട 1 2 3 ചിലപ്പോ 5 10 ആളുകൾ ഇന്നും ആ ട്രസ്റ്റില് വേങ്ങാട് മഹലിന്റെ ഭാഗത്ത് നിന്നും മാറ്റി സമസ്തയുടെ സ്വത്താക്കാൻ വേണ്ടി കഠിനമായ പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുക. ഇവരോടാ ഞാൻ പറയുന്നത്, അള്ളാന്റെ മുമ്പിൽ കയ്യും കെട്ടി നിന്ന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. നിങ്ങൾക്ക് സ്വാഭാവികമായും എന്നോടൊരു ചോദ്യം ഉണ്ടാവും, ഈ നികുതി ചീട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായി പോയിക്കൂടെ? നിയമപരമായി പോവാൻ എന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ തടസ്സങ്ങളൊന്നും ഞങ്ങൾ വകവെക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് വരുന്നിടക്ക് വെച്ച് കാണാൻ എന്ന രീതിയിൽ തന്നെ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കേസുമായി മുമ്പോട്ട് പോകും. നിങ്ങൾക്കൊക്കെ അറിയാം, സിവിൽ കേസുകൾ ഒരുപാട് ദീർഘകാലം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ അവിടെ ബിൽഡിംഗ് ചിലപ്പം പണി തുടങ്ങിയിട്ടുണ്ടാവും, സംഘർഷത്തിലേക്ക് പോകും. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു മാർഗം ഞാൻ ഇന്നലെ ജിഫ്രി തങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി നിലവിൽ പരാതി തന്നിട്ടുള്ളതാണ് ഇത് വിഷയവുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ ഇതിനൊരു ഉത്തരം ഞങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങളൊരു ഉത്തരം പറയുന്നത് വരെയെങ്കിലും അവിടെയുള്ള പണി നിർത്തിവെക്കാനുള്ള മാന്യത ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കണ്ണൂർ ജില്ലാ ഘടകം കാണിക്കണമെന്ന് ഞാൻ വളരെ വിനീതമായി സൂചിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കള്ളരേഖകള്, വ്യാജമായി ചമച്ച രേഖകള്, ട്രസ്റ്റിന്റെ ഭരണഘടന ഭേദഗതി ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളോട്, ഇങ്ങനെയുള്ള കടലാസ സംഘടനകളെ മുഴുവൻ ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഭേദഗതി നടത്തിയത് എന്ന്. ആദ്യം ഉണ്ടായിരുന്ന ഭരണഘടന എന്താണെന്നറിയോ? ജനറൽ ബോഡി എന്ന ഉപവകുപ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കണ്ണൂർ ജില്ലാ ഘടകത്തിലെ മുഴുവൻ മുശാവറ അംഗങ്ങളും വേങ്ങാട് ജമാഅത്ത് പള്ളി മഹലിലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയത്തിൽ പരിപൂർണമായും വിശ്വസിക്കുന്ന 40 പേർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതായിരുന്നു 2017 വരെ ഉണ്ടായിരുന്ന ഭരണഘടന. അവർ ഭേദഗതി ചെയ്തിരുന്നറിയോ? അതോടൊപ്പം SYS, ഞാൻ നേരെ സംഘടന പേര് പറയുമ്പോൾ വിട്ടുപോയി, SMF, SKJM, SKMMA, SKSSF എന്നീ സംഘടനകളുടെ ജില്ലാ ഘടകങ്ങൾ, കണ്ണൂർ ജില്ലാ സംയുക്ത മഹൽ ജമാഅത്ത്, അഞ്ചരക്കണ്ടി റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ, കൂത്തുപറമ്പ് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ, മട്ടന്നൂർ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ എന്നീ സംഘടനകളുടെ അതാത് കാലത്തെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ എന്നിവരും അതിനുശേഷം വേങ്ങാട് ജമാഅത്ത് പള്ളിയിലെ 40 അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ വിശ്വസിക്കുന്ന 40 ആളുകളും എന്നുള്ളതാക്കി വന്നതോട് കൂടിയിട്ട് 80 എന്ന് പറയുന്ന ജനറൽ ബോഡി അംഗങ്ങളുടെ എണ്ണം ഏകദേശം 150ലേക്ക് മാറി. വേങ്ങാട് മഹലിലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയത്തിൽ വിശ്വസിക്കുന്ന 40 ആളുകൾ എന്ന് പറയുന്നതും ഭേദഗതി ചെയ്തു. ഇങ്ങനെ ഭേദഗതികൾക്ക് വിധേയമാക്കി ഭരണഘടന രജിസ്റ്റർ ചെയ്തു. വിവരാവകാശപ്രകാരം ഞങ്ങൾ രേഖകൾ സമാഹരിച്ചു. ഈ വകുപ്പ് എന്ന് പറഞ്ഞാൽ, അതായത് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടനയിലെ മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ആമുഖ വകുപ്പ് പോലെ 2 ഉപവകുപ്പുകൾ കൊടുത്തുകൊണ്ട് ശക്തിപ്പെടുത്തിയ ഒരു വകുപ്പായത്. ആർക്കും ഒരു കാലത്തും ഭേദഗതി ചെയ്യാൻ പാടില്ല ഈ വകുപ്പ് ഭേദഗതി ചെയ്താൽ, അടുത്ത വകുപ്പിൽ പറയുന്നത്, ഈ 5-1 വകുപ്പുകൾക്ക് ആരെങ്കിലും ഭേദഗതിക്ക് ശ്രമിച്ചാൽ അവർ ട്രസ്റ്റിൽ നിന്നും ആജീവനാന്ത വിലക്ക, എന്നേക്കുമായി ഇവർക്ക് അംഗത്വം നഷ്ടപ്പെടും. ഇതൊക്കെ ഭരണഘടനയിൽ ഉള്ളതല്ലേ? സംവാദത്തിന് ഉസ്താദെ തയ്യാറുണ്ടാ? മഹല്ല് കമ്മിറ്റി തയ്യാറാ?
അനുയായികളൊന്ന് അറിയിച്ചാൽ മതി. ഏത് സമയത്തും ഞങ്ങൾ തയ്യാറാ. ഒരു ഒഴിവ് കഴിവ് നമ്മൾ പറയൂല, ഒരു ദിവസത്തിന്റെ ബുദ്ധിമുട്ട് നമ്മൾ അറിയിക്കൂല. എത്ര തിരക്കുണ്ടെങ്കിലും ഞങ്ങൾ പങ്കെടുക്കും. മഹല്ല് ജമാഅത്തിന്റെ സ്വത്ത് നിറ ബൈത്തുൽ മാലിൽപ്പെട്ട സ്വത്താ. അത് അടിച്ചു മാറ്റിയിട്ട് ഏതെങ്കിലും സംഘടനയുടെ കീഴിലാക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം കുൽസിത പ്രവർത്തനങ്ങളെ നാട് ഒറ്റക്കെട്ടായി നേരിടേണ്ടതുണ്ട്. ഇത് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് എനക്കെന്തെങ്കിലും ഒരു വ്യക്തി ലാഭം ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ലല്ലോ. ഇവിടെ ആ വസ്തു വേങ്ങാട് മഹലിന് കിട്ടിയത് കൊണ്ട് എനിക്കും എന്റെ കുടുംബത്തിനും പ്രത്യേകിച്ച് കാര്യങ്ങളിൽ വേങ്ങാട് മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയിലെ എന്റെ സഹപ്രവർത്തകർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രോഫിറ്റുകളോ ഒന്നുമില്ല. ഇത് നാട്ടിന്റെ മുതലാ. ഈ നാട്ടിലെ പള്ളി മഹല്ല് ജമാഅത്ത് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വളരെ വ്യക്തമായ രീതിയിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്താൽ നിങ്ങളെ ഒന്നും കയ്യിൽ നിന്ന് നയാ പൈസ സംഭാവന സ്വീകരിക്കാതെ തന്നെ ഈ മഹല്ല് ജമാഅത്തിനെ വർഷങ്ങളോളം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭൗതിക സ്വത്ത് ഇന്ന് ആ ട്രസ്റ്റിന്റെ പേരിലുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലത്താണോ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് നടത്തേണ്ടത്? മഹലിന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ സ്ഥലത്താണോ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് നടത്തേണ്ടത്? ആരോടാ ഞാൻ ചോദിക്കുന്നത്? മുസാബറ മെമ്പറോടാ. ഇതൊക്കെ പരാതിയുമായി ജിഫ്രി തങ്ങളുടെ മുമ്പിൽ പോയപ്പോൾ ജിഫ്രി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, മുസാബറ കൂടിയിട്ടുണ്ട്, തീരുമാനം നിങ്ങളൊരു ചർച്ച ചെയ്യണം, നിങ്ങൾ കോഴിക്കോടേക്ക് വരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ മഹല്ല് കമ്മിറ്റിക്കാർ, ഞാൻ മജീദ് ക, സിറാജ്, സലാം, ആബുഹാജിക്ക, കുറച്ച് ആളുകൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് പോയി. ഉമർ ഉസ്താദുമായിട്ടുള്ള ചർച്ചയാന്ന് പറഞ്ഞു. ജിഫ്രി തങ്ങളുണ്ട്, മറ്റുള്ള പണ്ഡിതന്മാരുണ്ട്, മുസാബറ അംഗങ്ങൾ 10-ൽ കൂടുതൽ അംഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചർച്ചയ്ക്കിരുന്നു. ചർച്ചയ്ക്കിരുന്നപ്പോൾ ഉമർ ഉസ്താദ് ഇല്ല. ഉമർ ഉസ്താദ് അടുത്ത മുറിയിൽ റൂം ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നു. ഒരു ചർച്ച ഇങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടത്. ഒരു ചർച്ചയിൽ ഉമർ ഉസ്താദ് എന്ത് ചെയ്യുന്നു? റൂം ലോക്ക് ചെയ്തിട്ട് അടുത്ത മുറിയിൽ കയറിയിരിക്കുക. അവര് പറഞ്ഞോട്ടെ, ഞാൻ പിന്നീട് പറഞ്ഞു തരാം, അവരെ മുമ്പിൽ ഞാൻ ഇറങ്ങിയാൽ പറ്റൂല. എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. നമ്മളിപ്പോ അടിക്കാനൊന്നല്ലല്ലോ പോയത്. ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ല ഉമർ ഉസ്താദിന്റെ മുമ്പിൽ. മഹല്ല് ജമാഅത്തിന്റെ വസ്തുവകകൾ അടിച്ചു മാറ്റി സംഘടനയിലേക്ക് ലയിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ ഒരു യുവതലമുറ ഈ നാട്ടിൽ വളർന്നു വന്നു എന്നുള്ളത് വളരെ പ്രത്യാശാജനകമായ കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേങ്ങാട് മഹല്ല് മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ചുള്ള ഈ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും അടിവരയിട്ട് മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യം, വേങ്ങാട് മഹല്ല് മുസ്ലിം ജമാഅത്തിന്റെ 1 ഇഞ്ച് ഭൂമി പോലും അന്യാധീനപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. 1. 2, ഒരുപാട് പണ്ഡിത ശ്രേഷ്ഠന്മാർ നേതൃത്വം നൽകിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിനെ, ആ പ്രസ്ഥാനത്തിനെ കൊണ്ട് ഹറാമിന്റെ മുതൽ ഞങ്ങൾ തീറ്റിക്കുകയുമില്ല. ഇത് വലിയ ഒരു കുറ്റത്തിലേക്കാ പോകുന്നത്. ഇവിടെ ഞങ്ങളുടെ അടുത്ത് പിടിച്ചടക്കി കഴിഞ്ഞാൽ തീർച്ചയായും അതിന് വേറൊരു വേർഷൻ ഉണ്ട്. സമസ്ത ഹറാമായ മുതൽ തിന്നുന്നത് നാട്ടുകാരെ നോക്കി നിന്നുള്ള കുറ്റത്തിന് നാട്ടുകാർ നാളെ സമാധാനം പറയേണ്ടി വരും. വരക്കൽ മുല്ലക്കോയ തങ്ങൾ നേതൃത്വം നൽകിയ പ്രസ്ഥാനമായത്. അതുപോലുള്ള ഒരുപാട് പണ്ഡിത ശ്രേഷ്ഠന്മാർ നേതൃത്വം നൽകിയ പ്രസ്ഥാനം. എന്റെ പ്രിയമുള്ളവരെ, അവര് നേതൃത്വം നൽകിയ ഒരു പ്രസ്ഥാനം ഈ ഹറാമിന്റെ മുതലിൽ നിന്ന് തന്നെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അടിയുറച്ച സമസ്തക്കാരൻ യോജിക്കുക. സംഘടനാ ഭ്രാന്ത് പിടിപെട്ട ആളുകളെ ഞാൻ മാറ്റി നിർത്തി ചോദിക്കുകയാണ്, അത് ശരിയായ ഒരു രീതിയാണോ?